കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലായിരുന്നു. തങ്ങൾക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് ലഭിക്കും. ഒരു സീറ്റല്ല, തൃശ്ശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള പല സീറ്റുകൾ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 20-25% വോട്ട് നേടാൻ കഴിയുമെന്ന വലിയ രീതിയിലുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ബി.ജെ.പി രംഗത്തിറങ്ങിയെങ്കിൽ 20% വോട്ടും തൃശ്ശൂരിലെ വിജയവും ഉണ്ടായി. അപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ പിടിക്കും. അതോടൊപ്പം തന്നെ നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ പിടിക്കും. അത് നിലവിലുള്ളത് പാലക്കാടും പന്തളവുമാണെങ്കിൽ അത് കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തുറയും തലശ്ശേരിയും നെയ്യാറ്റിൻകരയും അടക്കമുള്ള വർക്കലയും അടക്കമുള്ള വിവിധ മുനിസിപ്പാലിറ്റികൾ നേടാൻ കഴിയും. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 23 പഞ്ചായത്തുകളിൽ വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ, ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിൽ, അത് ഇത്തവണ 100ലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ആ ഒരു ആത്മവിശ്വാസം അവരിൽ പ്രകടമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി നേതാക്കൾ തറപ്പിച്ചു പറയുകയാണ് 51+1 52 സീറ്റുകൾ നേടി തങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന്. അതിനുള്ള സാധ്യതയും നിലവിലുണ്ട്. തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ രാജീവിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 72 സീറ്റിലധികമാണ് ഈ ഡിവിഷനുകളിൽ ബി.ജെ.പി മുന്നേറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ 72-ൽ നിന്നും 20 പരാജയപ്പെട്ടാൽ പോലും 52 സീറ്റിലേക്ക് അവർക്ക് എത്താൻ കഴിയും. പിന്നീട് നാം പരിശോധിക്കുകയാണെങ്കിൽ 2015 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 35 സീറ്റ്, 2020 തെരഞ്ഞെടുപ്പിൽ 35 സീറ്റ്. അപ്പോൾ ഇനിയൊരു 10-15 സീറ്റുകൾ കൂടി അധികം നേടിയാൽ അവർക്ക് ഇവിടെ അധികാരത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് രാജീവിന്റെ നേതൃത്വത്തിൽ അവർ കൃത്യമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ പല പ്രതിസന്ധികളും ഉണ്ടായി. പ്രത്യേകിച്ച് കൗൺസിലറുടെ തന്നെ മരണം. കാരണം അദ്ദേഹത്തെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ തക്ക കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു അനിൽ. അദ്ദേഹത്തിന്റെ മരണം, പിന്നീട് ബി.ജെ.പി സീറ്റ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി RSS പ്രവർത്തകന്റെ മരണം, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെ ബി.ജെ.പി പ്രതിസന്ധിയിലാക്കുമെന്ന് UDF-ഉം അതോടൊപ്പം തന്നെ LDF-ഉം തുടക്കത്തിൽ വിചാരിച്ചുവെങ്കിൽ അതിനെ മുതലാക്കാൻ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ നമുക്ക് ഈ തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. അന്ന് കരുവന്നൂർ സമരം നടത്തിയ ആ സമര നായകൻ ഇന്ന് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ നടത്താമായിരുന്നു. ഇവർ പറയുന്ന തിരുമല അടക്കമുള്ള ഈ അനിൽ മരണപ്പെട്ട സ്ഥലത്തെല്ലാം ആ മേഖലയിൽ, ആ നിയമമണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർ അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു ബി.ജെ.പിക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇവർക്ക് കഴിയുന്നത് എന്തായിരുന്നു? അനിലിന്റെ കുടുംബത്തിൽ നിന്നും ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അവിടെ ബി.ജെ.പിക്ക് പ്രതിസന്ധി ഉണ്ടെന്ന്. ഇപ്പോൾ ആ പ്രതിസന്ധി കാണുന്നില്ല. ആ വാർഡിൽ ഉൾപ്പെടെ ഉറപ്പായി തന്നെ ബി.ജെ.പി വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പിന്നീട് ഇവർ എവിടെയാണ് പറയുന്നത്? ആ വാർഡിൽ തന്നെ പ്രതിസന്ധിയില്ല. പിന്നെയാണ് അതിന് ചുറ്റുമുള്ള, അന്ന് UDF നേതാക്കളും LDF നേതാക്കളും പറയുകയാണ് ആ വാർഡും ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് പോകും, അതിന് ചുറ്റുമുള്ള വാർഡുകളിലും ബി.ജെ.പിക്ക് നഷ്ടമാകുമെന്ന്. ആ വാർഡിലെ ഈ വിഷയം ചർച്ചയാകുന്നില്ല. കാരണം അത് RSSന്റെ നേതൃത്വം കൃത്യമായി ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖർ ആ വീട്ടിലെത്തി അവരോട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ RSS പ്രവർത്തകൻ സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ മരണപ്പെട്ട ആ പ്രവർത്തകന്റെ വീട്ടിൽ ഉൾപ്പെടെ എത്തി രാജീവ് അടക്കമുള്ള നേതാക്കൾ സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ സംഘടന കൊണ്ടും പ്രവർത്തനം കൊണ്ടും മികച്ച സ്ഥാനാർത്ഥി നിർണയം കൊണ്ടും ബി.ജെ.പി ഒരു പടി മുന്നിലാണ്. CPM-നും വലിയ രീതിയിൽ സ്വാധീനമുണ്ടെങ്കിലും അവരെ പ്രതിസന്ധിയിലാക്കുന്നത് ഒറ്റ പേരാണ്, ആര്യ രാജേന്ദ്രൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ LDF-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന കൈ, അരിവാൾ ചുറ്റികയ്ക്ക് വോട്ട് നൽകാമെന്ന് വിരൽ ചൂണ്ടുന്നവർ ആ പേര് ഓർക്കുമ്പോൾ തന്നെ പേടിച്ച് വിറച്ച് താമരയ്ക്കോ
കോൺഗ്രസിനും ഇടേണ്ട സാഹചര്യമുണ്ട്. അത്രത്തോളം അഴിമതി ഇന്ന് തന്നെ വന്നിട്ടുണ്ടല്ലോ യദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട്. ഒരു പാവപ്പെട്ട ഒരു യുവാവിന്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിയ യുവ നേതാവ് എന്നിട്ട് പറയുകയാണ് ഞാൻ പലർക്കും തൊഴിൽ നൽകിയെന്ന്. ആ ആ ഒരു സ്ത്രീക്ക് നേരെയുള്ള വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും. അത് നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ സ്ത്രീക്ക് ആ അഴിമതി തന്നെ അറിയില്ല. ആറ്റുകാൽ പൊങ്കാല ഉണ്ടായില്ല, പക്ഷെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അങ്ങ് എഴുതിയെടുക്കുകയാണ് പണം. അപ്പോൾ അവർ മത്സരിച്ചാൽ വലിയ രീതിയിൽ തന്നെ LDF തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് CPM ആ ആര്യ രാജേന്ദ്രന് മുൻ മേയറിന് സീറ്റ് നൽകിയിട്ടില്ല. സീറ്റ് നൽകിയിട്ടില്ലെങ്കിലും BJP ഇത് വലിയ രീതിയിൽ പ്രചരണായുധമാക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോർപ്പറേഷനിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുകയും CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഇവർക്ക് വിജയിക്കാൻ കഴിയും. മറ്റൊരു കാര്യം നാം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം. ഇപ്പോൾ ശബരിനാഥിനെ നിർത്തി കോൺഗ്രസ് വലിയ അത്ഭുതം കാണിക്കുമെന്നാണ് പറയുന്നത്. ആ അത്ഭുതം കാണാൻ പോകുന്നത് തീരപ്രദേശങ്ങളിലാണ്. കഴിഞ്ഞ തവണത്തെ ആ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ BJPയെ പിടിച്ചു നിർത്തിയത് തീരപ്രദേശങ്ങളുടെ സീറ്റുകളാണ്. CPMന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ തീരപ്രദേശങ്ങളിലെ സീറ്റുകൾ തങ്ങളിലേക്ക് പിടിച്ചെടുത്താണ് അന്ന് അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ആ തീരപ്രദേശത്തിലെ സീറ്റുകളിലേക്ക് വീണ്ടും കോൺഗ്രസ് ഇരച്ചു കയറുകയാണ്. അപ്പോൾ നഷ്ടമാകുന്നത് കോൺഗ്രസിനല്ല, അത് LDFനാണ്. നഗരപ്രദേശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ BJPയും LDFും തമ്മിലുള്ള മത്സരവും, പിന്നീട് തീരപ്രദേശങ്ങളിൽ LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. ശബരിനാഥിനെ കുറിച്ച് സൂചിപ്പിക്കാം. കവടിയാർ സീറ്റ് കഴിഞ്ഞ തവണ BJP ഒരു വോട്ടിന് തോറ്റ ആ സീറ്റ്, അവിടെ BJPയുടെ പ്രധാനപ്പെട്ട അട്ടിമറികൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ CPMന്റെ കോട്ടകൾ പിടിച്ചെടുത്ത് വലിയ അട്ടിമറികൾ നടത്തുന്ന ഒരു നേതാവാണ് കവടിയാറിൽ മത്സരിക്കുന്നത്. ആ നേതാവ് ഉറപ്പായി തന്നെ ശബരിനാഥിനെ പരാജയപ്പെടുത്തും. ഈ ശബരിനാഥ് വെറും ബലൂണാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ തുടർച്ചയായി തന്നെ വിജയിച്ചു കൊണ്ടിരുന്ന ഒരു മണ്ഡലത്തെ തുലച്ച ഒരു മകനാണ് ഈ ശബരിനാഥ്. കാരണം ആ ജനങ്ങൾ കൃത്യമായി പറയുന്നു, ജനങ്ങൾ ഇദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് തോൽപ്പിച്ചത്. അവിടുത്തെ മോശമായ 2021 തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പറഞ്ഞു വോട്ട് ചെയ്തു. ഈ ശബരിനാഥ് ഒരു മരണത്തിന് വരികയോ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, മരണത്തിന് വരണമെന്ന് ഇപ്പോൾ ജനങ്ങളുടെ ഒരു ചിന്തയാണ്, കല്യാണത്തിനും മരണത്തിനും വരെ, അത് പോകട്ടെ. റോഡിന്റെ മോശമായ അവസ്ഥ 2021 ആ അരുവിക്കര മണ്ഡലത്തിൽ പരിശോധിച്ച് വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇത്രയും മോശമായ ഒരു റോഡ് കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പ്രശ്നം പറഞ്ഞ് വിളിച്ചാൽ ഫോൺ അടിക്കില്ല. റോഡിന്റെ വികസനമില്ല, മണ്ഡലത്തിൽ കാണാനില്ല. പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യണം? തോൽപ്പിച്ച് വിട്ടില്ലേ, കയറ്റി വിട്ടില്ലേ. നീ നാട്ടിൽ വരണ്ട എന്ന രീതിയിൽ കവടിയാറിലേക്ക് കയറ്റി അയച്ചില്ലേ. അങ്ങനെ കയറ്റി അയച്ച സാധനത്തിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് ചാക്കിൽ കെട്ടി കവടിയാറിൽ ഇറക്കിയിരിക്കുന്നത്, ബലൂണ് പോലെ. അരുവിക്കരയിലെ ജനങ്ങൾ എന്തോ ഗിഫ്റ്റ് തന്നതുപോലെ, സമ്മാനം തന്നതുപോലെ മേണ്ടർക്കിനെ കൊടുത്തിരിക്കുകയാണ് കവടിയാറിലേക്ക്. അപ്പോൾ ആ മേണ്ടർക്ക് BJPക്ക് മുന്നിൽ അവിടെ പരാജയപ്പെടും. BJP വലിയ രീതിയിൽ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക.